നഗരവും വേനൽ ചൂടിൽ ഉരുകിയൊലിക്കുമ്പോൾ മനുഷ്യരോളം പോലും ചൂട് താങ്ങാനാവാത്ത വിഭാഗമാണ് ആനകൾ. എന്നാൽ പല കാലങ്ങളിലായി കാട് വിട്ട കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലെത്തിയ അന്തേവാസികൾ കൂളാണ്. നിരന്തര നീരാട്ടവും പ്രത്യേക പരിചരണവും ലഭിക്കുന്നതോടെ ആട്ടവും പാട്ടുമായി കഴിയുകയാണ് 6 വയസ്സുകാരി ആരണ്യയും 85-കാരൻ സോമനും അടക്കമുള്ള ആനക്കൂട്ടങ്ങൾ. കാടാണ് കാപ്പുകാട്. കാടിറങ്ങുന്ന കരിവീരന്മാരെ കാലങ്ങളായി കാത്ത നാട്. പരിക്കേറ്റും കൂട്ടം തെറ്റിയും കാടുവിട്ട് നാട് കയറേണ്ടി വന്നവരാണ്. തിരികെ കാടേറാൻ പ്രാപ്തിയുള്ളവർ മടങ്ങിപ്പോകും. അല്ലാത്തവർ സ്നേഹവും പരിചരണവും ഏറ്റുവാങ്ങി കാപ്പുകാടിന്റെ മക്കളാവും. ആറു വയസ്സുള്ള ആരണ്യ മുതൽ 85-കാരൻ സോമൻ വരെ 15ഓളം അന്തേവാസികളുണ്ടിവിടെ. അമ്പമ്പോ എന്തൊരു ചൂട് എന്ന് പറയാൻ അറിയില്ലെന്നേയുള്ളൂ. ചൂടുകാലത്ത് മനുഷ്യരെക്കാൾ ബുദ്ധിമുട്ടുന്നവരാണ് ഇക്കൂട്ടർ. മനുഷ്യരെ പോലെ ആനകൾ വിയർക്കാറില്ല എന്നതും മറ്റൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പ്രത്യേക കരുതൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഷിജു. നമ്മൾ ഈ ചൂട് സമയത്ത് അതിന് നമ്മുടെ ഡയറ്റിൽ തണ്ണിമത്തൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ രാവിലെ സാധാരണ നമുക്ക് 2 നേരം കുളി ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ നനച്ചു കൊടുക്കുകയും കൃത്യമായ ഇടവേളകളിൽ അവർക്ക് കുടിക്കാൻ വെള്ളം നൽകുന്നുണ്ട്. ഷെൽട്ടറുകളിലും നമ്മുടെ എൻക്ലോഷറിലുമാണ് സാധാരണ പരിപാലിക്കുന്നത്. ഇപ്പോൾ വേനൽക്കാലമാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവരെ കുറച്ചുകൂടെ അതിൽ നിന്നൊക്കെ മാറ്റി കുറച്ചുകൂടെ തണലുള്ള സ്ഥലങ്ങളിലേക്ക്, കാടിനകത്ത് കുറച്ചുകൂടെ തണലുള്ള സ്ഥലങ്ങളിലേക്ക്, വെയിൽ ഏറ്റവും കുറച്ച് വെയിൽ ഉള്ള സ്ഥലത്താണ് പകൽ സമയങ്ങളിൽ ഇവരെ നിർത്തിയിരിക്കുന്നത്. സോമൻ സൂപ്പറാണ്. 2017 കോന്നിയിൽ നിന്നെത്തിച്ച വനം വകുപ്പിന്റെ സ്വന്തം ആന. കുങ്കിയാനയ്ക്കുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ആനയായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ വാർദ്ധക്യകാലത്തെ എല്ലാ ശുണ്ടിത്തരങ്ങളും കാപ്പുകാടിന്റെ ആനമുത്തശ്ശനുണ്ടെന്ന് വാത്സല്യത്തോടെ പറയുന്നു പാപ്പാൻ ശശി. രാവിലെ നമ്മൾ അഴിച്ചുകൊണ്ട് പോകും, കൂടെല്ലാം വൃത്തിയാക്കി രാവിലെ അഴിച്ചുകൊണ്ട് പോയി കുളിപ്പിച്ച് എടുത്ത് ഇവിടെ കൊണ്ടുവരും. ആഹാരം കൊടുത്ത് എന്നിട്ട് ഇവിടെ കൊണ്ടുവരുത്തും. 10 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരുത്തും. അതിന് ഒരു പ്രത്യേക രീതിയാണ്. അതിൻ്റെ രീതിക്ക് അത് നടക്കുകയും പോവുകയും വരികയും എല്ലാം ചെയ്യുള്ളൂ. അല്ല നമ്മുടെ ഇഷ്ടത്തിന് വരുമോയെന്ന് ചോദിച്ചാൽ വരും. അത് ഒരു തീറ്റ കഴിക്കുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഇഷ്ടത്തിന് അതങ്ങ് പോകും. പിന്നെ നമ്മൾ കുറേ അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുക്കും. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന് കീഴിൽ കോട്ടൂർ റേഞ്ചിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. 50ഓളം ആനകളെ പാർപ്പിക്കാൻ കഴിയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ് കാപ്പുകാട് എന്നതാണ് മറ്റൊരു സന്തോഷം. വേനൽ ചൂട് കടുക്കുന്ന കൂട്ടത്തിൽ എല്ലാ കുഞ്ഞു സന്തോഷങ്ങളും ഇവിടെ ഇത്തിരി വലിയ ആനക്കാര്യം തന്നെ. നഗരത്തിലെ കോൺക്രീറ്റ് കാടുകളുടെ അത്ര ചൂടില്ലെങ്കിലും ക്രമാതീതമായി ഉയരുന്ന ചൂട് മൃഗങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. എന്നാൽ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിൽ ആനകൾ ഹാപ്പിയാണ്. സ്വസ്ഥം, ശാന്തം. ക്യാമറ പേഴ്സൺ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.